ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു അവിയലാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പച്ചക്കറികളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സദ്യയിൽ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ അവിയൽ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഇത് തയ്യാറാക്കാറുണ്ട്. ചിലർ ഇതിനകത്ത് തൈര് ചേർക്കാതെ തയ്യാറാക്കും. ഞാനിവിടെ തൈര് ചേർക്കുന്ന അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് ഇവയാണ്. നമ്മളിതിനകത്ത് വെജിറ്റബിൾസൊക്കെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു പച്ചക്കായ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ ക്യാരറ്റ്, ഒരു മുരിങ്ങയ്ക്ക, ഒരു നീളത്തിലുള്ള ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, 10 ബീൻസ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, 4 പച്ചമുളക്, ഇവയെല്ലാം നീളത്തിൽ ഞാൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് വലിയ കറിവേപ്പില വേണം. പിന്നെ അതുപോലെ 1 കപ്പ് നല്ല കട്ട തൈര് ആവശ്യമാണ്. അതുപോലെ 1 കപ്പ് തേങ്ങ ചിരകിയതും, ഒരു 5-6 ചെറിയുള്ളി, പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും. പിന്നെ ഇതിൽ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള അളവിൽ 1 കപ്പ് വെള്ളവും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് അവിയൽ തയ്യാറാക്കാൻ ആവശ്യമുള്ളൂ. ഇതിനകത്ത് തന്നെ പലരും ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. ചേന ചേർക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ചേർത്തുകൊണ്ട് ചേന ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ നമുക്ക് കോവയ്ക്ക ചേർക്കാം, അതുപോലെ വെള്ളരിക്ക ചേർക്കാം. അങ്ങനെ പല ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അവിയൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ആദ്യം തന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മുടെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മളിത് കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി എന്തായാലും ചേർക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇത് വേവുവാൻ ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചക്കറി എടുത്ത അനുസരിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറികളിലെ വെള്ളം തിളക്കുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ സ്റ്റൗ കത്തിച്ച് വെക്കാം. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ തേങ്ങയും ജീരകവും അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഒരുപാട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാതെ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് മാത്രം ചെയ്തിട്ട് എടുത്തിട്ട് വരാം. തേങ്ങ ഇപ്പോൾ ഒരു ചമ്മന്തി പരുവത്തിൽ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അവിയലിലെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഈ പച്ചക്കറികൾ നന്നായി വെന്ത് വെള്ളം ഒരു 3/4 പരുവം ആവുന്നത് വരെ നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാം. പച്ചക്കറികൾ വെന്ത് വന്ന് ഒരു 3/4 ഭാഗം വെള്ളം വറ്റുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ അരക്കുമ്പോൾ അതിൽ 1-2 പച്ചമുളകും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് അരക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ അവിയലിന് ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് ഈ കഷ്ണങ്ങൾ പൊട്ടാതെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഈ അരപ്പൊക്കെ ഈ അവിയൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അരപ്പ് നന്നായി ചേർന്ന് വെന്ത അവിയലിലേക്ക് നമുക്കിനി 1/2 കപ്പ് നന്നായി ഉടച്ച് ചേർത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നമ്മുടെ അവിയലിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലൊന്ന് തൂവി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 1 മിനിറ്റ് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പം വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഒന്നിലേക്ക് ഇറങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചേർന്ന് നമ്മുടെ അവിയലിപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ അറിയാത്തവരും അതുപോലെ അവിയൽ ഇതുവരെയും തയ്യാറാക്കി നോക്കാത്തവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അവിയലാണിത്. അപ്പോൾ പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.